വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബോത്സവ് 2025 എന്ന പേരിൽ അരൂർ സെയിന്റ് അഗസ്റ്റിൻസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. മെർച്ചന്റ്സ് അസോസിയേഷനായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബോത്സവം 2025 എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. അരൂർ സെന്റ് അഗസ്റ്റിൻസ് പാരിഷ് ഹാളിൽ ചേർന്ന സംഗമം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ സെയിൽസ് ടാക്സുകാരുടെ അതിരുകവിഞ്ഞ കടന്നുകയറ്റം, അവരുടെ പീഡനം, ചുമട്ടുതൊഴിലാളികളുടെ അതിരുകവിഞ്ഞ പീഡനം, നമ്മുടെ സ്ഥാപനങ്ങളിലെ നമ്മുടെ യജമാനന്മാരെ പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ, അവരുടെ കൂലി ദിനംപ്രതി വർദ്ധിപ്പിക്കുകയും വിശേഷ ദിവസങ്ങളിൽ അവർ നിശ്ചയിക്കുന്ന കൂലി പ്രഖ്യാപിച്ചുകൊണ്ട് മിന്നൽ പണിമുടക്ക് നടത്തിയപ്പോൾ, അതുപോലെ തന്നെ പോലീസിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ, അതിനൊക്കെ അതീതമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി 1981 CM ജോർജ് എന്ന മഹാനായ നേതാവാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജന്മം നൽകിയത്. അതുവരെ മറ്റ് ഹോട്ടൽ അല്ലെങ്കിൽ സ്വർണം ഇങ്ങനെ കാറ്റഗറി സംഘടനകളായിരുന്നു. അതിന് വിരുദ്ധമായി എല്ലാ കച്ചവടക്കാരും ഒരു കുടക്കീഴിൽ, കപ്പലണ്ടി കച്ചവടക്കാരൻ മുതൽ കപ്പൽ കച്ചവടക്കാരൻ വരെ അണിനിരത്തിക്കൊണ്ടാണ് ഏകോപന സമിതി രൂപം കൊടുത്തത്. ജില്ലാ സെക്രട്ടറി സിബിൽ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാര ഭവൻ യൂണിറ്റ് പ്രസിഡന്റ് PB പ്രേംലാൽ പതാക ഉയർത്തിയ ചടങ്ങിൽ അരൂർ SHO പ്രതാപ് ചന്ദ്രൻ KG, മാരാരിക്കുളം SHO ബിജു AV, പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ബാദുഷ ചന്ദ്രൂർ, പ്രശസ്ത സീരിയൽ സംവിധായകൻ ഷിജു അരൂർ, സുരേഷ് ചിദംബരൻ ISRO, കൂടാതെ വ്യാപാരികളുടെ കുടുംബങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചവരെയും SSLC, +2 എന്നിവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK ബാലസുബ്രഹ്മണ്യൻ പൊതുയോഗം വിശദീകരിച്ചു. കോ-ഫൗണ്ടർ ആൻഡ് കോർഡിനേറ്റർ ഫ്രഷ് ടു ഹോം മാത്യു ജോസഫ് ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. വ്യാപാരി കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും മറ്റും കലാപരിപാടികൾ സംഘടിപ്പിച്ച യോഗത്തിൽ സംഘാടക സമിതി കൺവീനർ VK സുരേഷ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് TD പ്രകാശൻ, ചന്ദ്രൂർ യൂണിറ്റ് പ്രസിഡന്റ് UC ഷാജി, ടിപ് ടോപ്പ് ജലീൽ KRFA, നവാസ് KHRA, ടെക്സ്റ്റൈൽ അസോസിയേഷൻ മെമ്പർ മൊയ്തീൻ, ഫാബ്രിക്കേഷൻ അസോസിയേഷൻ മെമ്പർ വിപിൻ അൽക്കർമ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് NA ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും 2 മക്കളും, ആ വ്യാപാരിയുടെ അച്ഛനും അമ്മയും, അങ്ങനെ വന്നാൽ 6 പേര് ഒരു കുടുംബത്തിലുണ്ടാവും. നമ്മളപ്പോൾ 300 കുടുംബത്തിൽ എത്ര പേരുണ്ടാവും? 1800 അംഗങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ നമ്മുടെ വ്യാപാരി കുടുംബങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ വാർഡിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് 20 വോട്ട്, 30 വോട്ട്, 100-ൽ താഴെ വോട്ട്. അങ്ങനെ പരിശോധിച്ചാൽ ഈ നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു വാർഡിൽ ഏത് സ്ഥാനാർത്ഥി ജയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി അരൂർ പഞ്ചായത്തിലെ വ്യാപാരിയുടെ കയ്യിലുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. അത് മനസ്സിലാക്കി നമ്മുടെ രാഷ്ട്രീയവും വ്യാപാരമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇനിയും പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രസിഡന്റ് PB പ്രേംലാൽ, ജനറൽ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ, ഖജാൻജി അഗസ്റ്റിൻ ബ്രിട്ടോ, വൈസ് പ്രസിഡന്റുമാരായ RG രാധാകൃഷ്ണൻ, NA ആന്റണി, ജോയിന്റ് സെക്രട്ടറിമാരായ VK സുരേഷ്, MG വിനോദ്, കമ്മിറ്റി അംഗങ്ങളായ റെജി ജോർജ്, NJ അഗസ്റ്റിൻ ബാബു, AN യോഗേഷ്, ബീന സാബു, TA ജോസഫ്, KN ഷൺമുഖൻ, KM ഗോപി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. സന്തോഷത്തിന്റെ ഉറവിടത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെയുള്ള വലിയ പരിപാടികളൊക്കെ വെച്ച് വളരെ സംഭവപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി സബിൽ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, അരൂർ. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്.